പക്ഷേ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതിനെ തെരുവിൽ ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി. എവിടെയാണ് മോദി താങ്കളുടെ ഗ്യാരണ്ടി? 15 ലക്ഷത്തിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? ഡീസലിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? പെട്രോളിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? ഗ്യാസിൻ്റെ ഗ്യാരണ്ടി? ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടുകൂടി അവിടെ നിന്നും പ്രചരണം വിദ്വേഷത്തിൻ്റെ പ്രചരണത്തിലേക്ക് മാറുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിലുടനീളം രാജസ്ഥാൻ മുതൽ ഇങ്ങോട്ട് വരെ നരേന്ദ്രമോദി പ്രയോഗിക്കുന്ന പ്രചരണത്തിനൊരു രീതിയുണ്ട്. ഞാനിതിനെ ഒരു പ്രചരണ വേല എന്ന രീതിയിലാണ് കാണുന്നത്. 2 പ്രധാനപ്പെട്ട ടെക്നിക് നരേന്ദ്രമോദി യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നെയിം കാളിംഗ് എന്നുള്ളതാണ്. നെയിം കാളിംഗ് എന്നുള്ളൊരു പ്രചരണത്തിൻ്റെ വേല എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുന്ന അയാളെ നിങ്ങൾ ഇരട്ടപ്പേരിട്ട് വിളിക്കുക. ഇപ്പോൾ പാകിസ്ഥാൻ ഷെഹ്സാദ എന്നുള്ളത് പാകിസ്ഥാൻ്റെ രാജകുമാരൻ, പാകിസ്ഥാൻ ഒരു കോൺഗ്രസ് രാജകുമാരനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതൊരു ഇരട്ടപ്പേരാണ്. അതുവഴി എന്ത് സംഭവിക്കും? ഗിൽട്ട് ബൈ അസോസിയേഷൻ. നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരമില്ലാത്ത ഒന്നിൻ്റെ പേര് ചേർത്ത് വിളിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കോളിംഗ്. ഇൻഫിൽട്രേറ്റേഴ്സ്.